എൻ്റെ പേര് അനന്തു. ഇറുതി എന്ന ഷോർട്ട് ഫിലിമിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഈ ഷോർട്ട് ഫിലിമിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ശ്രീലാലേട്ടൻ ഈ കഥ എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അദ്ദേഹം അത് സിനിമയായിട്ട് കണ്ടിട്ടാണ് അതിൻ്റെ കഥ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മളത് സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെ അതൊരു ഷോർട്ട് ഫിലിമാക്കി ചെയ്യാമെന്ന് ഒരു സംഗതി നമ്മുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് പോയത്. അത് ഭയങ്കര രസമായിരുന്നു. അത് മുന്നോട്ട് പോകുന്ന സമയത്ത് പല കാര്യങ്ങളിൽ ഞങ്ങൾ ചെന്ന് പെട്ടു. പിന്നെ ഇതിൻ്റെ വലിയൊരു ഘടകമായിരുന്നു ഇതിനകത്ത് ഈ പൈസ എന്ന് പറയുന്നത്. പണ്ട് സമൂഹത്തിൽ നീതി നിഷേധിക്കുന്നവരും ഒന്നുമില്ലാത്തവരും വിളിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളാണ്. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തതും എടുത്തതും എല്ലാം. ഇത് മുന്നോട്ട് പോയപ്പോഴത്തേക്കാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാർ നമ്മളിലോട്ട് വന്നു. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും ഇതിൻ്റെ കഥ കേട്ടിട്ടും ഇതിൻ്റെ കഥ പറയുന്ന രീതികൾ മനസ്സിലാക്കിയിട്ടും ഇത് പോകുന്നത് ഒരു സീരീസ് പോലാണ്. ഇപ്പോഴും നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ഇത് നമ്മൾ ഒരു ഘട്ടത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചേക്കുവാണ്. അപ്പം ഇതിലും നന്നായിട്ട് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യവും നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമുക്ക് അത് നമ്മളിലുള്ള പൈസയോ അല്ല അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഒരു മുന്നോടിയെന്നും പറയത്തക്കവണ്ണോടുള്ള സംഭവമാണ്. ഇതിൻ്റെ ബാലൻസ് നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എത്തപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2012 തൊട്ടിട്ട് ഇതിൻ്റെ ഡയറക്ടർ ശ്രീലാലേട്ടനുമായിട്ട് ഞാൻ നിരന്തരം കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പം ചേട്ടൻ്റെ വീട് എൻ്റെ വീടിന് ഏകദേശം അടുത്താണ്. അപ്പം നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ്. അഭിനയിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അത് നിങ്ങളിത് കണ്ടിട്ട് വിലയിരുത്തേണ്ട കാര്യമാണ്. ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ചേട്ടനോട് ഞാൻ നിരന്തരം വിളിച്ച് സംസാരിക്കും, ചേട്ടാ എവിടെയെങ്കിലും ഓഡീഷൻ ഉണ്ടോ? അപ്പം എന്നോട് പറയും, എന്നെ അനന്തുമോനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അനന്തുമോനെ ഇന്നിടത്തുണ്ട്, അല്ല ഇന്ന പോലാണ് കാര്യങ്ങൾ. ഞാനപ്പം ഇതിൻ്റെ രീതിയിൽ ഞാൻ പലയിടത്തും പോയിട്ട് പല സംഗതിക്കത്തും പോയി പെടാൻ ചെന്നിട്ടുണ്ട്. അതായത് ഈ സിനിമാ മേഖലയിൽ ഈ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇവർ പറയും. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ പൈസ എടുക്കുക, ഇങ്ങനെ കൊടുക്കുക. നമ്മളപ്പോൾ ആദ്യം ഈ ഒരു മേഖല നമ്മളൊരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് പുള്ളിയെ കാണുന്നത്. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും, ചേട്ടാ ഇന്ന പോലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമ്മളത് അങ്ങനെ ചെയ്യണോ വേണ്ടയോ? അപ്പോൾ പറയും, അങ്ങനൊന്നും പോയി ചാടല്ല, നമുക്ക് അവസരങ്ങൾ വരും, എല്ലാം പെതുക്കെ സാവധാനം നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുന്നിൽ നിന്ന് എപ്പോഴും ഒരു വഴികാട്ടിയുടെ കൂട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വട്ടം നാട്ടിൽ വന്നിട്ട് ചേട്ടനോട് എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും പിന്നെയും പറഞ്ഞു. ഞാനപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു ക്യാമറ വെച്ചിട്ട് ഞാൻ അഭിനയിക്കുകയോ ഇല്ലയോ എന്ന് ചേട്ടനൊന്ന് നോക്കിയിട്ട് ഒന്ന് ഉറപ്പ് എനിക്കും കൂടെ വരണം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ആഗ്രഹം മാത്രമാണുള്ളത്. ഒന്നും ചെയ്തിട്ടും എടുത്തിട്ടും എവിടെയും അങ്ങനൊന്നും സ്കൂളിൽ പോലും പഠിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പെർഫോം ചെയ്തിട്ടും എടുത്തിട്ടും ഒന്നുമില്ല. അങ്ങനെ ചേട്ടൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഇറുതിയുടെ ഭാഗമായിട്ടാണ് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്നതും പിന്നെ 2 ഡയലോഗ് പറയുന്നതും. അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ ചേട്ടൻ്റെ ഭാഗത്തല്ല, ചേട്ടനെ അറിയാവുന്നതായിട്ട് കുറേ ആൾക്കാർ നമുക്ക് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതായത് വലിയ ക്യാമറകൾ കൊണ്ട് അല്ലെങ്കിൽ ഇത് വേറെ ഒരു രീതിയിൽ അവരാ പറയുന്നത് കേട്ടപ്പോൾ നമ്മളും തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, ഇങ്ങനാകും, ഇതിപ്പോൾ വലിയൊരു സംഭവമാകും എന്നുള്ളൊരു രീതിയിൽ. അതിന് ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ, നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ വിഷ്വലൈസ് ചെയ്തേക്കുന്നതിൻ്റെ പുള്ളി അദ്ദേഹം എൻ്റെ അടുത്ത് കഥ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് അതിൻ്റെ അത്രയൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കതിനകത്ത് മെയിനായിട്ട് പൈസയായിരുന്നു അതിനകത്തെ പ്രശ്നം. അപ്പോൾ അത് വെച്ചിട്ട് ഇവരും കൂടെ നമ്മുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേരൊന്നും പറയുന്നില്ല, ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മളും കുറേ ഓടുകയും
എടുക്കുകയൊക്കെ ചെയ്തു. അവസാന നിമിഷം അവർ എന്ത് കാരണത്താലാണെന്നറിയത്തില്ല, അവർ പല കാരണങ്ങളും പറഞ്ഞ് അതിനകത്തൊന്ന് ഒഴിവായെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഒന്നുമില്ലാത്ത നമ്മൾ ഒരു നടു റോഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലുള്ള നമുക്ക് ആക്സസിബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആക്സസിബിൾ ആവുന്ന നമ്മളെ അത്രയും അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത്. ഹൃദയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തുമായാലും ഈ ഷോർട്ട് ഫിലിം ഒരു തവണയിലും ഒന്ന് കാണണം, എന്നിട്ട് വിലയിരുത്തണം ഞങ്ങൾ ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. അപ്പം ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് രൂപത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയാലും ഏത് മാർഗ്ഗത്തിൽ കൂടെ ആയാലും നിങ്ങൾ വിമർശിച്ചോളൂ. നമുക്ക് വിമർശനമാണ് വേണ്ടത്. കാര്യം നമ്മൾ എന്തുമായാലും നമ്മൾ അടുത്ത കാര്യങ്ങളല്ല ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ മുന്നോട്ട് എന്തുമായാലും പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ബെറ്റർ ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നമ്മുടെ എവിടെയൊക്കെയാണ് പോരായ്മകളുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിമർശിക്കണം. വിമർശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.